ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമലാസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയ ചപ്പാത്തി എഗ് റോളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് മയോണീസ് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ്. നിങ്ങൾ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലെക്സ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിൻ്റെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സോസാണിത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 4 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 2 ടേബിൾ സ്പൂൺ വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഓംലേറ്റ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തത്, അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി എരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓംലെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാനിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എഗ് ബാറ്റർ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചപ്പാത്തി റോൾ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സാൻഡ്വിച്ച് മയോണീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ചപ്പാത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഓംലെറ്റും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ അടിപൊളിയായ ചപ്പാത്തി എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനും പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.